ഹലോ. എന്നെ പോലെ ബ്യൂട്ടി പാർലറിലൊന്നും പോകുവാൻ ഇഷ്ടമില്ലാത്തവർക്ക് കറ്റാർവാഴ ഉപയോഗിച്ചുകൊണ്ട് തലമുടിയും മുഖവും ഒക്കെ വളരെ ഭംഗിയുള്ളതാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിനായി കറ്റാർവാഴ ആദ്യം കറയെല്ലാം കളയാനായിട്ട് വെള്ളത്തിൽ വൃത്തിയായി കഴുകിയിട്ട് വെക്കുക. ശേഷം ഇതിന്റെ തൊലിയെല്ലാം നല്ല രീതിയിൽ നീക്കം ചെയ്ത് ഇതിന്റെ ജെല്ല് മാത്രം വേർതിരിച്ചെടുക്കാം. ഈ കറ്റാർവാഴ ഒരു നാച്ചുറൽ കണ്ടീഷണർ ആണെന്ന് ഞാൻ മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇത് തലമുടിയിലെയും സ്കാൽപ്പിലെയും ഈർപ്പം നിലനിർത്തുവാനായിട്ടും തലമുടിയുടെയൊക്കെ ഡ്രൈനെസ് പരിഹരിക്കുവാനും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ജെല്ല് നന്നായിട്ട് ഒരു മിക്സിയിൽ അരച്ച് എടുത്തതിന് ശേഷം അരിപ്പ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇത് അരിച്ചെടുക്കുക കേട്ടോ. ഒട്ടും തരിതരി ഒന്നും വരാൻ പാടില്ല. ഇങ്ങനെ അരിച്ചെടുത്തതിലോട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടീഷണർ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. ശേഷം 2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ കൂടി പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്യുക കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ ഇന്ന് നമുക്ക് തലമുടിയെല്ലാം നല്ല ഭംഗിയായി കിട്ടുവാനായിട്ടുള്ളൊരു നാച്ചുറൽ കണ്ടീഷണർ റെഡിയായി. കറ്റാർവാഴയുടെ ജെല്ല് അരിച്ചെടുത്തത് കുറച്ച് അരിപ്പയിൽ ബാക്കി വരും. അതുപോലെ ഇതിന്റെ തൊലി നീക്കം ചെയ്തതും ഒരു ചെറിയ കഷണം കറ്റാർവാഴയൊക്കെ കൂടെ ഒന്നുകൂടെ നമ്മൾ മിക്സിയിൽ അരച്ച് എടുത്ത് അത് വെള്ളത്തിലോട്ടൊക്കെ ഡൈല്യൂട്ട് ചെയ്ത് അത് അരിച്ചെടുത്തൊരു താളി പോലെ, അപ്പോൾ ഒരു വഴുവഴുപ്പുള്ളൊരു നമുക്കൊരു ജ്യൂസ് കിട്ടും. അപ്പോൾ ഇതൊരു താളി പോലെ ഉപയോഗിച്ച് നമുക്ക് തലമുടി വേണമെങ്കിൽ കഴുകി കളയാട്ടോ. അത് ഞാനിങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷണറും താളിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് തലമുടിയിൽ അധികം എണ്ണയൊന്നും തേക്കുന്നില്ല. ഈ നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷണർ മാത്രം നമ്മുടെ തലമുടിയുടെ പുറമേ പുരട്ടി കൊടുക്കുക കേട്ടോ. സ്കാൽപ്പിലൊന്നും അധികം ആവാതെ തലമുടിയുടെ പുറമേ പുരട്ടി കൊടുക്കുക. ഇതിങ്ങനെ ഉപയോഗിച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതിങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തലമുടി നല്ല സോഫ്റ്റ് ആവും. പക്ഷെ എനിക്ക് ഇതുപോലുള്ള കെമിക്കൽ അടങ്ങിയിട്ടുള്ള കണ്ടീഷണർ ഒന്നും ഉപയോഗിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ കണ്ടീഷണർ വാങ്ങിച്ചിട്ട് തന്നെ ഒരുപാട് നാളായിട്ടോ അങ്ങനെ അധികം ഉപയോഗിക്കാറൊന്നുമില്ല. കൂടുതലും ഞാൻ കറ്റാർവാഴയും ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയിലേക്കാണ് കേട്ടോ തലമുടിയിൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഈ കണ്ടീഷണർ നല്ല രീതിക്ക് തലമുടിയുടെ പുറമെ എല്ലാം പുരട്ടി കൊടുത്ത് ഇത് ഉണങ്ങി വരുമ്പോഴേക്കും നമ്മുടെ ഫേസ് പാക്കും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 3-4 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കറ്റാർവാഴയുടെ കഷ്ണം സൈഡിലെ മുള്ളെല്ലാം നീക്കം ചെയ്ത് വൃത്തിയായി കഴുകി നെടുകെ പിളർന്ന് മാറ്റി വെക്കാം കേട്ടോ. ഫേസ് പാക്ക് റെഡിയാക്കാനായിട്ട് കുറച്ച് പഞ്ചസാര എടുക്കാം, ഓട്സ് പൊടിച്ചതെടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണോളം തേന്, 1/4 സ്പൂണോളം ഗ്ലിസറിൻ, ഇത്രയും എടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ സൺടാനൊക്കെ മാറാൻ നല്ലതാണ് കാപ്പിപ്പൊടി 1-2 സ്പൂണോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ. ഇത്തിരി കൂടിയാലൊന്നും ഓട്സും കാപ്പിപ്പൊടിയും കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിലെ ഡെഡായിട്ടുള്ള സെൽസ് എല്ലാം റിമൂവ് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ ഓട്സ് പൊടിച്ചതും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നതുകൊണ്ട് നല്ല കളറൊക്കെ കിട്ടാൻ നല്ലതാണ്. ഈ തേൻ ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും. കാപ്പിപ്പൊടി ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിനുണ്ടായിട്ടുള്ള സൺടാനെല്ലാം മാറി നല്ല കരിവാളിപ്പൊക്കെ മാറി നല്ല സ്വാഭാവികമായിട്ടുള്ള നിറം കിട്ടാനായിട്ട് നല്ലതാണ്. ഗ്ലിസറിൻ ചേർക്കുന്നത് കൊണ്ട് ഡ്രൈനെസ് ഒക്കെ മാറി നല്ല ഈർപ്പമൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ നമുക്കൊരു യുവത്വം ഫീൽ ചെയ്യും. അപ്പോൾ ഇതിനെല്ലാം നല്ലതാണ്. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈകളിലും മുഖത്തും കഴുത്തിലും ഒക്കെ ഈ ഫേസ് പാക്കൊക്കെ ഇട്ടതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് കറ്റാർവാഴയുടെ ഈ പീസ് റെഡിയാക്കി വെച്ചിരിക്കുന്ന പീസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നത് പോലെ കൊടുത്തുകൊണ്ട് ഇതെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കറ്റാർവാഴയും നല്ലതാണ് സ്കിന്നിന്. അപ്പോൾ ഡ്രൈനെസ് കുറയാനായിട്ടൊക്കെ നല്ലതാണ്, കരിവാളിപ്പ് മാറാൻ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കുളിച്ച് വരുമ്പോഴേ
ഒരേപോലെ തന്നെ നമ്മുടെ തലമുടിയും സ്കിന്നും ഒക്കെ നല്ല അടിപൊളിയാവും കേട്ടോ. നല്ല കളർ വെച്ചതായിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കറ്റാർ വാഴ അടിപൊളിയാണോ അല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയായിട്ട് വരാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകാം. ഇനി കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.